അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു, ഈമാൻ വിശ്വാസത്തിന് 70-ൽ പര ശാഖകളുണ്ട്. അതിനേറ്റവും മുകളിലുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതും, ഏറ്റവും അവസാനത്തെ ശാഖ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, വഴിയിലുള്ള തടസ്സം നീക്കാം എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തെ പറ്റി ഒന്ന് വിചിന്തനം ചെയ്യുക. നമ്മൾ പലപ്പോഴും പല വഴിയിലോട്ട് നടന്നിട്ടുണ്ടാകാം, വണ്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ടാകാം. നമ്മൾ നടന്നു പോകുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ റോട്ടിൽ ഒരു ആണി കണ്ടു, അല്ലെങ്കിൽ പഴത്തിൻ്റെ തൊലി കണ്ടു, അല്ലെങ്കിൽ ഒരു മുള്ള് കണ്ടു. ഇങ്ങനെ കണ്ടിട്ട് നമ്മൾക്കത് എടുത്ത് മാറ്റാൻ തോന്നിയിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മുടെ സ്വന്തം ജീവിതത്തെ ഒന്ന് വിലയിരുത്തുക. നമ്മൾക്കറിയാം, ഒരു പഴത്തിന് തൊലി വേറൊരാൾ ചവിട്ടിയാൽ ചിലപ്പോൾ വഴുതി വീണ് പോകും. ഒരു ആണി ചിലപ്പോൾ ഒരു കാർ അതിൻ്റെ മുകളിലോട്ട് പോയാൽ ചിലപ്പോൾ ടയർ പഞ്ചറാകും. എല്ലാം നമ്മൾക്കറിയാം. പക്ഷെ നമ്മൾക്കത് മാറ്റാൻ തോന്നിയൊന്ന് നമ്മളെ തന്നെ വിലയിരുത്തുക. ഇതെന്തുകൊണ്ടെന്ന് പറഞ്ഞു വെച്ചാൽ, നമ്മൾക്കങ്ങനെ തോന്നിയിട്ടില്ലെങ്കിൽ ഈമാന്റെ ഈ 70-ാമത്തെ അവസാനത്തെ ശാഖ പോലും നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാണെന്നല്ലോ അതിൻ്റെ തെളിവ്. ഒരിക്കലും ഒരു സ്ത്രീക്ക് വിശന്നിരിക്കുന്ന ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തുകൊണ്ട് സ്വർഗം കിട്ടിയെന്ന് ഹദീസുകൾ കാണാം. ഇവിടെ പ്രവർത്തനത്തിനെ കാട്ടി കൂടുതൽ പ്രാധാന്യം ആ സ്ത്രീയുടെ നിഷ്കളങ്കമായ ഒരു നീയത്ത് നിങ്ങൾ നോക്കുക. ആരും കാണാനില്ല, ഒരു കയ്യടി കിട്ടാനില്ല, ഒരു ലൈക്ക് കിട്ടാനില്ല, ഒരുപാട് ഫോളോവേഴ്സ് കിട്ടാനില്ല, സമ്പത്ത് നേടാനില്ല, ഒരു ജസാഖല്ലാഹു ഖൈർ കിട്ടാനൊന്നുമില്ല. മറിച്ച് എൻ്റെ റബ്ബ് പടച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഈ ഹദീസിൻ്റെ, നമ്മൾ വഴിയിലുള്ള തടസ്സം നീക്കാമെന്നുള്ള ഹദീസിൻ്റെ പണ്ഡിതന്മാർ അതിനെ കുറച്ചും കൂടി ആഴത്തിൽ പഠിച്ചപ്പോൾ പറയുന്നൊരു വേറെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കൊണ്ട് ലോകത്തിലെ ഒരു മനുഷ്യനും ഒരു സൃഷ്ടികൾക്കും ഒന്നിനും തന്നെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത് എന്നാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഏറ്റവും ഫസ്റ്റ് ഡു നോ ഹാം. അതായത് എൻ്റെ നാവ് കൊണ്ട് ലോകത്തിലൊരൊറ്റ മനുഷ്യനെയും ബുദ്ധിമുട്ടിക്കരുത്. ഒരാളെ പരിദൂഷണം പറഞ്ഞും, ഒരാളെ കളിയാക്കിയിട്ടും, ഒരാളെ ചീത്ത പറഞ്ഞിട്ടും ഒന്നും തന്നെ എൻ്റെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടരുത്. എൻ്റെ കണ്ണ് കൊണ്ട് റോട്ടിൽ നടന്നു പോകുന്ന ഒരു സ്ത്രീകൾക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്. നമ്മുടെ നോട്ടം കൃത്യമായിട്ട് സ്ത്രീകൾക്ക് മനസ്സിലാവും, നല്ലതാണോ ചീത്തയാണോ തുറിച്ചു നോക്കുന്നുണ്ടോ എന്നറിയാം. എൻ്റെ കണ്ണുകൊണ്ട് ആർക്കും തന്നെ ബുദ്ധിമുട്ടുണ്ടാവരുത്. നമ്മൾ റോട്ടിലേക്ക് ഒരു വേസ്റ്റും എറിയരുത്. ഒരു വിശ്വാസി നിലക്ക് റോട്ടിലേക്ക് വേസ്റ്റ് എറിയരുത്. നമ്മൾ ഒരാളെ അനാവശ്യമായിട്ട് ഫോൺ വിളിക്കരുത്. അസമയത്ത് വിളിക്കാം, അല്ലെങ്കിൽ ജമാഅത്തിൻ്റെ സമയത്ത് വിളിക്കാം, രാത്രി കാലങ്ങളിൽ വിളിക്കാം. ഒരു ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് വിചിന്തനം ചെയ്യുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മുടെ ഈമാൻ്റെ 70-ാമത്തെ ശാഖയാണത്. നമ്മൾ മറ്റുള്ളവർ ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത് നമ്മൾക്ക് അത്രയും പോലും ഈമാനില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ റോഡിലോട്ട് വണ്ടി ഓടിക്കുമ്പോൾ വെറുതെ ഹോൺ അടിച്ച് മറ്റുള്ളവരെ ശല്യപ്പെടുത്തരുത്. നമ്മൾ കാരണം റോഡിൽ ഒരിക്കലും പോലും നമ്മൾ റോഡ് ബ്ലോക്ക് ഉണ്ടാകരുത്. ഒരു ജാഥ നടത്തിയിട്ട് നമ്മൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നമ്മൾ ഒച്ചത്തിൽ എന്തെങ്കിലും പാട്ട് വെച്ച് വീട്ടിലോ അല്ലെങ്കിൽ പരിപാടിയിലോ അങ്ങാടിയിലൊക്കെ ശബ്ദം വല്ലാതെ ഉയർത്തിയിട്ട് മറ്റുള്ളവർക്കൊരു നമ്മുടെ ശബ്ദം ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാക്കരുത്. കുടുംബത്തിൽ നമ്മളെ കൊണ്ട് ഒരു ഫിത്തന ഉണ്ടാവരുത്. ആൾക്കാർ നമ്മുടെ സംസാരം കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, തീരുമാനം കൊണ്ട് ഒരു കുടുംബ ബന്ധം തകർന്നു പോകരുത്. നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവാസികൾക്ക് നമ്മളെ കൊണ്ട് ഒരിക്കലും ഒരു വിധത്തിലെ ബുദ്ധിമുട്ടുണ്ടാവരുത്. നമ്മുടെ വീട്ടിലുള്ള തെങ്ങിൽ നിന്ന് മറ്റുള്ളവരുടെ വീട്ടിലേക്ക്, പറമ്പിലേക്ക്, ഓട്ടിലേക്ക് തേങ്ങ വീഴരുത്. അവിടെ ഇലകൾ വീഴരുത്. നമ്മുടെ കാറുകൾ മറ്റു വീട്ടിൻ്റെ മുമ്പിൽ പാർക്ക് ചെയ്യരുത്. പ്രത്യേകിച്ച് വിശ്വാസികൾ നമ്മൾ ശ്രദ്ധിക്കണം. പള്ളിയിലേക്ക് വരുമ്പോൾ കാർ എവിടെയെങ്കിലൊക്കെ പാർക്ക് ചെയ്ത് പോവുകയല്ല വേണ്ടത്. അതിൻ്റെ സ്ഥലത്ത് കൃത്യമായിട്ട് പാർക്ക് ചെയ്യണം. നമ്മൾ ചെരുപ്പ് പള്ളിയിലേക്ക് അയച്ചു വെക്കുമ്പോൾ നീറ്റായിട്ട് ഒന്നുകിൽ റാക്കിൽ അല്ലെങ്കിൽ സൈഡിൽ കൃത്യമായിട്ട് വെക്കണം. ഇതൊക്കെ എന്തുകൊണ്ട് വിശ്വാസികൾ കാണുന്നില്ല? നമ്മുടെ ഈമാൻ്റെ കുറവ് തന്നെയാണത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവാണ്. നമ്മൾ അതിനെ പരിഗണിക്കുന്നില്ല. നമ്മുടെ സംഘടനയിലാവട്ടെ നമ്മൾ കാരണം ഒരു ഫിത്തന ഉണ്ടാവരുത്. സർക്കാർ സേവനത്തിൽ നമ്മൾക്കറിയാം, പലപ്പോഴും അവനവൻ ജോലി ചെയ്യില്ല, മറ്റുള്ളവർ ജോലി ചെയ്യാത്ത അവസ്ഥയാണ്. പലപ്പോഴും പലവരും സർക്കാർ സേവനത്തിൽ ജോയിൻ ചെയ്തിട്ട് ഗൾഫിലേക്ക് ലീവ് എടുത്ത് പോകും. അപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ, താഴത്തുള്ള ഒരാളുടെ ജീവിതം വഴിമുട്ടി പോവാണ്. ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും സർക്കാർ സേവനത്തിൽ കയറാൻ പക്ഷേ ഈ മനുഷ്യൻ ജോയിൻ ചെയ്തുകൊണ്ട് സർക്കാർ സേവനത്തിൽ കയറാൻ പറ്റുന്നില്ല.
അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരു സ്ത്രീക്ക് ഒരു പൂച്ചയെ കെട്ടിയിട്ടുകൊണ്ട് നരകത്തിലാവാൻ കാരണമുണ്ട്. അതായത് ഒരു സൃഷ്ടികൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നരകത്തിലേക്ക് പോകാൻ കാരണം ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ചും ഒരു ഡോക്ടറും കൂടി ആകുമ്പോൾ നമ്മൾ പഠിക്കേണ്ടതാണ്. ഹിപ്പോക്രറ്റിസും പോലും പറഞ്ഞ വാക്ക് തന്നെയാണ്, ഫസ്റ്റ് ഡു നോ ഹാം. നിങ്ങളുടെ ചികിത്സ കൊണ്ട് നിങ്ങൾ രോഗികൾ ബുദ്ധിമുട്ടരുത്. രോഗം കൊണ്ട് ദൈവത്തിന്റെ വിധിയാണ്, അള്ളാഹുവിന്റെ വിധിയാണ്. നമ്മുടെ ചികിത്സ കൊണ്ട് പോലും, നമ്മുടെ കൈക്കടത്തുകൾ കൊണ്ട് ഒരു രോഗിയും ബുദ്ധിമുട്ടരുത്. യഥാർത്ഥത്തിൽ ഈ ഒരു ഫസ്റ്റ് ഡു നോ ഹാം, ഈ ആശയത്തിൽ നിന്നാണ് അള്ളാഹു എനിക്ക് PhD എടുക്കാനുള്ള ഒരു മനസ്സ് തോന്നിപ്പിച്ചത്. ഈ ആശയത്തിൽ നിന്നാണ് PhD എടുക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഒരു സൃഷ്ടികൾക്കും, അത് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് പോലും നമ്മൾ മനസ്സിലാക്കണം. ഒരു ഡോറ് അടിക്കുമ്പോൾ, കാറിന്റെ വീട്ടിന്റെ ഡോർ അടിക്കുമ്പോഴും കാരുണ്യത്തോടെ മയത്തോടെ ആവണം നമ്മുടെ ജീവിതം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മളെ ജീവിതം കൊണ്ട്, നാവ് കൊണ്ട്, കണ്ണുകൊണ്ട്, തീരുമാനം കൊണ്ട് നമ്മൾ വേറെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് ദിവസം വിലയിരുത്തണം. നമ്മൾ കൊണ്ട് ആരും ബുദ്ധിമുട്ടരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശാന്തമായ ഉറക്കം കിട്ടും, ശാന്തമായ ബർസഖിയായ ജീവിതം കിട്ടും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവെന്ന് പറയുന്നത് 70ാമത്തെ ശാഖയായ ഏറ്റവും ചെറിയ അംശം ഈമാൻ പോലും എനിക്കും നിങ്ങൾക്കും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും മുകളിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? കാരുണ്യമില്ലാത്ത ഹൃദയത്തിൽ കാരുണ്യവാനായ അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ നമ്മൾ മനസ്സിലാക്കും? അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുക, എന്നെക്കൊണ്ട് എൻ്റെ ഇണകൾക്കും നമ്മുടെ മക്കൾക്കും ഭാവിയിലൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്, നമ്മളെ കൊണ്ട് രോഗം ബാധിച്ച് മറ്റുള്ളവർക്ക് ഒരു വിധത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കരുതേ എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹവും പ്രാർത്ഥനയും എപ്പോഴും ഉണ്ടാവണം. അള്ളാഹു നമ്മളെ കൊണ്ട് ആർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതിരിക്കട്ടെ. നമ്മളെ കൊണ്ട് എത്ര പേർക്ക്, എത്ര സൃഷ്ടികൾക്ക് ഗുണമുണ്ടാക്കാൻ പറ്റുമോ അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.